6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വായിക്കുന്നു. 6-ാം അധ്യായം എടുത്തത് അതിന് 25 മുതൽ വായിച്ചാട്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തു ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾ ആർക്ക് കഴിയും? ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നിൽക്കുന്നതുമില്ല. എന്നാൽ സൊലോമൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്തെടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. ഈ വകകളൊക്കെയും ആരന്വേഷിക്കുന്നു? ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നുവല്ലോ. സ്വർഗസ്ഥനായ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഭൗതികമായ കാര്യങ്ങളുടെ കൺട്രോൾ മുഴുവനും സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കർത്താവ് പൂർണ്ണമായി നടത്തുവാൻ മതിയായവനാണ്. നിങ്ങളിവിടെ എങ്ങനെ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ അവിടെ യോഗങ്ങൾ നടത്തിയാൽ സ്തോത്രാശയങ്ങൾ എടുക്കാറില്ല. ഒരു പെട്ടി 1-2 സ്ഥലത്ത് പെട്ടി വെച്ചിരിക്കും. ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. അത് വീണ്ടും വീണ്ടും പറയുകയില്ല. അതുപോലെ വേലക്കാർക്ക്, ഞങ്ങളുടെ അവിടെയുള്ള കൂട്ടുവേലക്കാരായ സഹോദരന്മാർക്ക് ഒരുത്തർക്കും ഒരു നയാ പൈസ പോലും സപ്പോർട്ടായിട്ട് കൊടുക്കുകയില്ല. കാരണം ഞാൻ ആരംഭത്തിൽ ഞാൻ കർത്താവിൻ്റെ വേലയിലായിരുന്നപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, കർത്താവെ, വടക്കേന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങൾ വേല വേണമല്ലോ. ഞാൻ പൂർണ്ണമായി പെൻഷനൊന്നും പറ്റാതെ പെൻഷൻ കിട്ടുന്നതിന് മുൻപേ വെറും കൈയോടെ മിലിറ്ററിയിൽ നിന്ന് ഇറങ്ങി തിരിച്ചു. 6-7 സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് കൊടുത്തു. ഇനി ഗവൺമെന്റിനോടൊന്നും ചോദിക്കുകയില്ല എന്ന് പറഞ്ഞു. ഗ്രാറ്റുവിറ്റി പോലും വാങ്ങില്ല. ഒരു 7 മാസം താമസിച്ചാൽ ഗ്രാറ്റുവിറ്റി കിട്ടും. 2.5 വർഷം കൂടെ ചെയ്താൽ മിനിമം പെൻഷൻ കിട്ടും. കർത്താവ് പറഞ്ഞു അതിന് ഇന്നുപോലും വെയിറ്റ് ചെയ്യരുത് പറഞ്ഞു. അങ്ങനെ ഇറങ്ങുവാനിടയായി. അപ്പം ഞാൻ പൂർണ്ണമായി അന്ന് എനിക്ക് ബാങ്കിൽ 10 രൂപ ബാലൻസേ ഉള്ളൂ. കാരണം അന്നത്തെ മിനിമം അന്ന് 10 രൂപ മതിയായിരുന്നു. ഇപ്പോൾ 500 രൂപയായിട്ടാണ്. അതുകൊണ്ട് ഇറങ്ങി ഇന്ന് വരെയും ആരുടെയും സപ്പോർട്ട് വാങ്ങാതെ കർത്താവിനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അന്നേരം വിചാരിച്ചു, വടക്കേന്ത്യയിൽ അനേകരെ വേണമല്ലോ, അപ്പോൾ വേലക്കാർ വേണമല്ലോ. അപ്പോൾ ടി.എൽ. ഓസ്ബോൺകാര് മുൻപോട്ട് വന്നു, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ടി.എൽ. ഓസ്ബോൺ, ഡെയ്സി ഓസ്ബോൺ, അവരെന്നെ ഞാൻ അമേരിക്കയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരിനെ അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ IPCയുടെ മിഷൻ ബോർഡ് പറഞ്ഞു ഞങ്ങളെ സഹായിക്കാം. പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കുറച്ച് സഹോദരന്മാർ മുൻപോട്ട് വന്നു, കുവൈറ്റിൽ നിന്നും ദുബൈയിൽ നിന്നൊക്കെ ഞങ്ങളെ സഹായിക്കാം. ഞാൻ വിചാരിച്ചതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതെല്ലാം വാങ്ങി ഭംഗിയായിട്ട് കർത്താവിൻ്റെ ദാസന്മാർക്ക് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്താൽ അങ്ങനെ 5 വർഷം നടന്നപ്പോൾ ഒരുപാട് പണം പോകുന്നുണ്ട്, വേലക്കാർ ചെയ്യുന്നു. എന്നാൽ എതിർപ്പ് വരുന്ന ഉടനെയെല്ലാം ഈ കർത്താവിൻ്റെ ദാസന്മാർക്ക് നിൽപ്പാൻ കഴിവില്ലാതെ, കാരണം അവരെല്ലാം ജാതികളുടെ മധ്യത്തിലാണ് പ്രവർത്തിക്കുന്നത്, അവർ മടങ്ങി ഭയപ്പെട്ട് പോരുകയാണ്. ഞാൻ അവരുടെ മുൻപിൽ പല പ്രാവശ്യം അടികൾ വാങ്ങി വളരെ പ്രയാസത്തിൽ കൂടെ പോയി, എങ്കിലും കർത്താവ് നിർത്തമായി കണ്ടു. ഞാൻ ഒരു പ്രാവശ്യം ജമ്മുവിൽ നിന്ന് ബോംബെയിലേക്ക് ഒരു യോഗത്തിന് പ്രസംഗിക്കാനായിട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു, കർത്താവേ. അപ്പോൾ ഒരു സഹോദരനും സഹോദരിയും അവരെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ ഭയന്ന് വന്നു. ഞങ്ങൾ താമസിക്കുന്നു തോന്നുന്നു, അവിടെ താമസിക്കാൻ ഒക്കുകയില്ല. അപ്പോൾ ആ ഭാരം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. കർത്താവേ, എനിക്ക് ഇത്രയും ധൈര്യം, ഈ കർത്താവിൻ്റെ ദാസന്മാർക്ക് എന്തുകൊണ്ടാണ് ധൈര്യം തരാത്തതെന്ന് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ശമ്പളം നീയാ കൊടുക്കുന്നത്, അതുകൊണ്ട് അവർക്ക് അവിടെ നിൽക്കാനുള്ള കൃപയും നീ തന്നെ കൊടുത്തോളാൻ പറഞ്ഞു. ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി വന്നു. അപ്പോൾ ഈ തന്നെ ഞങ്ങളുടെ വേലക്കാരെ എല്ലാം കൂടെ വിളിച്ചു, സഹോദരന്മാരെ, എന്നോട് കർത്താവ് ഇങ്ങനെ സംസാരിച്ചു, അതുകൊണ്ട് ഇനി നമ്മൾക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ട, വിശ്വാസവേല ചെയ്യാം. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേലക്കാരിൽ 60% കൂടുതൽ പേര് മാറി. ഞാൻ പറഞ്ഞു, സഹോദരന്മാരെ, അങ്ങനെ മാറുവാൻ താല്പര്യമുള്ളൂ, മാറിക്കോളാൻ പറഞ്ഞു.
അവരുടെ അങ്ങനെ പിന്നെ ഞങ്ങൾ വിശ്വാസവേല ആരംഭിച്ചു. ഇപ്പോൾ വളരെ ശക്തമായി വേല മുൻപോട്ട് പോകുന്നു. ഞങ്ങളുടെ കൂടെയുള്ള വേലക്കാർ സ്വന്തം കൊണ്ട് അധ്വാനിക്കുന്നുണ്ട്. ചില നല്ല നല്ല ഗ്രാജുവേറ്റ് ആയൊരു സ്വീപ്പർ പണി പോലും ചെയ്യുന്നുണ്ട്. സ്വീപ്പറിൻ്റെ എന്ന് പറഞ്ഞാൽ തോട്ടിപ്പണി പോലും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് കർത്താവിൻ്റെ അത് ചിലർ ഷൂ പോളിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തങ്ങളെ കൊണ്ട് കഴിയുന്ന വേല ചെയ്തുകൊണ്ട് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല, സന്തോഷത്തോടുകൂടെ കർത്താവിൻ്റെ വേലയിൽ മുൻപോട്ട് പോകുന്നു. അതിനുശേഷം ഒരു സ്റ്റേഷനിൽ നിന്നും ആരും പിന്മാറിയിട്ടില്ല. അടിയുണ്ടായി, തീവെപ്പുണ്ടായി, ബഹളമുണ്ടായി, എന്നാലും അവിടെ തന്നെ അവർ നിൽക്കുക. കാരണം ദൈവം അവർക്ക് എന്ത് നൽകുന്നു? കൃപ നൽകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ഭൗതിക കാര്യങ്ങളെല്ലാം ആർക്കറിയാം? സ്വർഗസ്ഥനായ ദൈവത്തിനറിയാം. നമ്മൾ ചോദിക്കാതെ അവനറിയാം. അതുകൊണ്ട് നമ്മൾ ഭൗതിക കാര്യങ്ങളൊന്നും ചോദിക്കാൻ ദൈവത്തിൻ്റെ വചനം അനുവദിക്കുന്നില്ല. അന്ന് ഭൗതിക കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മളുടെ പേര് അന്യജാതി പാസ്റ്റർ. അതെല്ലാം ജാതികൾ അന്വേഷിക്കുന്നല്ലേ. അപ്പൊ നമ്മൾ പാസ്റ്റർ ബ്രാക്കറ്റിൽ എന്തെഴുതണം? ജാതി. പിതാവില്ലാത്തവർ. നമുക്കൊരു പിതാവുണ്ടല്ലോ. പിതാവുണ്ടല്ലോ, നമുക്കൊരു പിതാവുണ്ടല്ലോ. അല്ലെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് വാസ്തവമായ ആ അനുഭവത്തിലേക്ക് നമ്മൾ വരണം. എന്തുകൊണ്ടാണ് നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ മുഴുവനും യഹോവയായ ദൈവത്തിൻ്റെ ഞങ്ങൾക്ക് കൃപയാൽ ഫിലിപ്പീൻസിൽ ട്രെയിനിങ് സെൻ്ററുടെ വേല നടക്കുന്നു, ജമ്മുവിലുണ്ട്, ചൈനയിലുണ്ട്, നേപ്പാളിലുണ്ട്, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ ട്രെയിനിങ് സെൻ്റർ വേല നടക്കുന്നു. എല്ലാം വിശ്വാസത്താൽ തന്നെ. ഞാൻ നിങ്ങളുടെ മുൻപിൽ പുകഴ്ചയ്ക്കായിട്ട് പറയുവാനല്ല, എൻ്റെ മകനായിരിക്കും. എനിക്കൊരു മകനേ ഉള്ളൂ, ഒരു മകളും ഉണ്ട്. രണ്ടുപേരും കർത്താവിൻ്റെ വേലയാലാണ്. എൻ്റെ ഭാര്യ, എൻ്റെ മകൻ്റെ ഭാര്യ എൻ്റെ കൂടെ, ഞങ്ങൾ സഹോദരന്മാർ ടീമായിട്ട് പോയപ്പോൾ എൻ്റെ ഭാര്യ നേപ്പാളിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൂടെ തന്നെ നേപ്പാളിലുള്ളവർക്ക് സന്താളികൾക്ക് വേണ്ടി വേദപുസ്തകം ഇതുവരെ ഇല്ല. സന്താളി ഭാഷയിലുള്ള വേദപുസ്തകം ഹിന്ദിയിൽ അത് അവർ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ജോലി എൻ്റെ പ്രിയ മകൻ്റെ ഭാര്യ എമി സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞ അവളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയപ്പോൾ എന്നോട് എൻ്റെ മരുമകൾ പറഞ്ഞു, അപ്പച്ച എനിക്കൊരു കാര്യത്തിൽ അപ്പച്ചനെ അറിയിക്കാൻ വലിയ സന്തോഷമുണ്ട്. എന്താണ്? അവർ നേപ്പാളിൽ പോയിച്ചു വന്നതിൻ്റെ ശേഷമാണ്. ഞാൻ നേപ്പാളിലായിരുന്നപ്പോൾ ഇവനെ ഫിന്നിച്ചായൻ എന്നാണ്, ഫിന്നിച്ചായനും കൂടെയുള്ള വേലക്കാരെല്ലാം കൂടി വൈകിട്ട് ഭോപ്പാലിലുള്ളതായ വെജിറ്റബിൾ മാർക്കറ്റിൽ പോകുമായിരുന്നു. ഈ വൈകിട്ട് ഭോപ്പാലിൽ ഒരു 8-9 മണി ആയി കഴിഞ്ഞാൽ അവരെല്ലാം വിൽപ്പന കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വേസ്റ്റ് വെജിറ്റബിൾസ് എല്ലാം എന്ത് ചെയ്യും? കാളയ്ക്കൊക്കെ പശുക്കൾക്ക് ഇട്ടുകൊടുക്കും. ഇവരെ എന്ത് ചെയ്തു? ആ വെജിറ്റബിൾ എല്ലാം ഒരുപാട് കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന് അതിൽ നിന്ന് നല്ലത് വെട്ടിയെടുത്ത് അപ്പം 2-3 ആഴ്ച കഴിക്കാനുള്ള വെജിറ്റബിൾ കൊണ്ടുവരും. അപ്പം ചിലത് പശുവിൻ്റെ വായിൽ നിന്നാണ് ചിലത് പറിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് പോയാൽ അത് അവർ മോശമായിരിക്കും. അതുകൊണ്ട് കീറിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് പോയി അത് ചെയ്തത്. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷമുണ്ടായി. എൻ്റെ മകൻ ഒരുമാനെ അവൻ അങ്ങനെ പോയി ചെയ്ത് അവരെല്ലാം പോറ്റുവാനുള്ളതായ എന്തുണ്ടായിരുന്നു. അതുപോലെ കൊയ്ത്ത് തുടങ്ങി. അപ്പോൾ കൊയ്ത്ത് തുടങ്ങിയപ്പോൾ എന്നോട് ഈ മകൻ തന്നെ പറഞ്ഞു, പപ്പ ഇവിടെ എല്ലാം കോതമ്പിൻ്റെ കൊയ്ത്ത് സമയമായി, ഞങ്ങളെല്ലാം കൂടെ കൊയ്യുവാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറയും ഇത് കൊയ്തോളാൻ പറഞ്ഞു. അപ്പോൾ കൊയ്തെടുപ്പം എന്നോട് പറഞ്ഞു, ഈ കൊയ്ത് കഴിഞ്ഞ് കുറ്റി നിൽക്കുന്നില്ല, അപ്പം കാലെല്ലാം എന്ത് ചെയ്യുന്നു? പൊട്ടുന്നു. ഞാൻ പറഞ്ഞു അതുകൊണ്ട് ചെരുപ്പ് ഇടുന്ന ടയറിൻ്റെ അകത്തിട്ടാൽ എന്ത് ആവും? പൊട്ടത്തില്ല. അങ്ങനെ ചെന്ന് കൊണ്ടിട്ട് എന്ത് ചെയ്യുക? കർത്താവിൻ്റെ വേല ചെയ്യുക. അതുപോലെ സോയാബീനിൻ്റെ ബാഗ്സ് അത് മൊത്തമായി എടുത്തുകൊണ്ട് വന്നത് വൃത്തി ചെയ്ത് വിടുമ്പോൾ ഒരു ബാഗ് വൃത്തിയാക്കുമ്പം 10 എത്ര രൂപ? 30 രൂപ. ഒരു ബാഗ് വൃത്തിയാക്കുമ്പോൾ 30 രൂപ കിട്ടും. ഇങ്ങനെ കർത്താവിൻ്റെ ചെയ്യുമ്പോൾ എന്ത് തീഷ്ണതയാണ് വർദ്ധിക്കുന്നത് അറിയാമോ? എൻ്റെ മകൾ ഡൽഹിയിലുണ്ട്. അവിടെ അടുത്തൊരു പിക്കിൾ ഫാക്ടറി ഉണ്ടായിരുന്നു. ഈ അച്ചാറിടുന്ന ഫാക്ടറി, അച്ചാറെന്നല്ലേ പറയുന്നത്. അവിടെ പോയി മാങ്ങായും ഇതൊക്കെ കണ്ടിക്കും. അപ്പം
ഒരു ദിവസം അത് കഴിച്ചാൽ കൂടിയാ കിട്ടുന്ന 18 രൂപയാണ്. 15-18 രൂപ അവർ തൂക്കിയെടുക്കുന്നത്. അടുത്തായതുകൊണ്ട് അതും ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയല്ല. ഞങ്ങളുടെ അവിടെ ഒരു ബീഹാറിൽ നിന്ന് ഒരു അച്ഛന് രക്ഷിക്കപ്പെട്ടു, കത്തോലിക്ക അച്ഛൻ രക്ഷിക്കപ്പെട്ടു വന്നു. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അദ്ദേഹം രക്ഷിക്കപ്പെടാൻ കാരണം ഞാൻ ബീഹാറിൽ മറ്റിയാരി എന്ന് പറയുന്ന സ്ഥലത്ത് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവിടുത്തെ ഈ സന്താലിയിൽ ഒരുപാട് പേര് രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ പുള്ളിക്കാരൻ അവരെല്ലാം കൺട്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ വലിയ ആളാണ്. മോട്ടോർ സൈക്കിൾ അവിടെ വന്നു, കാരണം അവർക്ക് വീടൊക്കെ വെച്ച് കൊടുക്കുക. അപ്പം പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഇവരെ എങ്ങനെ ഞാൻ വശത്താക്കിയെന്ന് അറിയാൻ വന്ന് അവിടെ അധികാരത്തോടെ വന്ന് കുപ്പായമൊക്കെ ഇട്ട് വളരെ അധികാരത്തോടെ നിൽക്കുകയായിരുന്നു. ഞാൻ പാപത്തെക്കുറിച്ച് പ്രസംഗിക്കുകയായിരുന്നു. ഏതായാലും കൃപയാൽ അച്ഛൻ അന്ന് കരഞ്ഞ് എന്നോട് വഴക്കിടുന്നതിന് പകരം രക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, എനിക്കിനി അവിടെ വേണം, എനിക്ക് യഥാർത്ഥം. പിന്നെ ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ജമ്മുവിൽ വന്ന് താമസിക്കുന്നത്. അദ്ദേഹത്തിന് 60 വയസ്സുണ്ട്. 12 വർഷം സെമിനാരിയിൽ പഠിച്ച് ഇവിടെ കോട്ടയത്തും വന്ന് താമസിച്ചിട്ടുള്ള അദ്ദേഹമാണ്. ബീഹാറുകാരനാണ്, ജോൺ കിസ്കോ എന്ന്. അപ്പോൾ അദ്ദേഹവും ബൈബിൾ ക്ലാസ്സിന് ട്രെയിനിങ് കഴിഞ്ഞ് വന്നിരിക്കുക. 60 വയസ്സുണ്ട്. അപ്പം ഞങ്ങൾ അന്ന് ബൈബിൾ ക്ലാസ്സിന് ആവശ്യത്തിനുള്ള പണം ലഭിക്കാൻ വേണ്ടി ആവശ്യത്തിനൊപ്പം നോക്കിയപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ കൺട്രാക്റ്റൊക്കെ എടുക്കും. ഈ ഭവനങ്ങളിലുള്ള ഇഷ്ടിയെല്ലാം കൊണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഈ ട്രക്കിലൊക്കെ ഇഷ്ടിയ വന്നിറങ്ങും, അല്ലെങ്കിൽ മണൽ വന്നിറങ്ങും. ഞങ്ങൾ എന്ത് ചെയ്യും, വൈകിട്ടോ സമയമുള്ളപ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് കൊടുക്കാം. അപ്പോൾ അതിന് കിട്ടുന്ന പണം കൊണ്ട് കാര്യങ്ങൾ നടത്തുക. അപ്പം ഞാൻ നോക്കുകയായിരുന്നു ഈ അച്ഛൻ എന്ത് ചെയ്യുന്നു. ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ എന്ത് ചാക്കിനകത്ത് മണലെടുക്കാൻ പ്രയാസം, അതുകൊണ്ട് ഓരോരുത്തർക്കും കുറച്ച് മണൽ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ജഗ്ഗിൽ വെള്ളം കൊടുക്കുക. ഞാൻ പറയാതെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ഇപ്പോൾ അദ്ദേഹം നേപ്പാളിലെയും ബീഹാറിലെ വേലയുടെ ലീഡർഷിപ്പായിട്ട് അവിടെയുണ്ട്. ജോൺ കിസ്കോ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ. ഞാൻ പറഞ്ഞത്, കർത്താവിന് വേണ്ടി അങ്ങനെ പ്രവർത്തിക്കാൻ വരുന്ന എത്ര പദവിയായിട്ടാണ് നിങ്ങൾ കണക്കാക്കുന്നത്. പൗലോസ് നിങ്ങൾ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്നു. ഹല്ലേലൂയ. അപ്പം നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു. ഞങ്ങൾ അതുകൊണ്ട് വളരെ സന്തോഷം അനുഭവിക്കുന്നു. ഓരോ ദിവസവും കർത്താവ് ഞങ്ങളെ നന്മയെ നിർത്തും. അപ്പോൾ നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്ക് കർത്താവിനോട് അപേക്ഷിക്കല്ല. ഇനി ഫിലിപ്പിയ ലേഖനം 4:6-7 ഒന്ന് വായിച്ചാട്ട്. ഫിലിപ്പിയ ലേഖനം 4:6-7. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. ആ വാക്യം നല്ലവണ്ണം 6-7 നല്ലവണ്ണം 6 മാത്രം വായിക്കരുത്, 6-7 ഒന്നുകൂടെ 6-7 വായിച്ചാൽ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. അപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കുക എന്ന് പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്നും ഭൗതികങ്ങളല്ല. ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ആവശ്യം, അതാണ് നമുക്ക് കർത്താവിൻ്റെ വരവിന് താമസം. ഇന്ന് വൈകിട്ട് ക്ലാസ്സിന് ഒരു ദൈവവൈകലിൻ്റെ ആവശ്യം എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കണം. ഭൗതിക കാര്യങ്ങളാണോ ആവശ്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ? അവിടെ എഴുതി എന്നാൽ, ആ വാക്കിൽ എഴുതി എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കും. സകല ഭൗതിക കാര്യങ്ങൾ നൽകുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കും. സ്തോത്രം. അതിൻ്റെ ആഴത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങണം. കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ ഇന്ന് വൈകിട്ടത്തെ ക്ലാസ്സിനെ അതെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഭൗതിക കാര്യങ്ങൾ മുഴുവനും നടത്തുവാൻ നമ്മുടെ കർത്താവ് വലിയവനാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ കർത്താവിൻ്റെ വേലക്കാരായതുകൊണ്ട് ഞാൻ പറയണം, ഒരു അനുഭവം പറയാൻ ആഗ്രഹം. അനേക അനുഭവങ്ങൾ പറയുവാനുണ്ട്, ഒന്നല്ല അനേകം. ഒരു പ്രാവശ്യം പഞ്ചാബിൽ ജമ്മുവിൽ നിന്ന് ഞാൻ ബസ്സിൽ യാത്രയായി. എൻ്റെ കൂടെ 5 പേരുണ്ട്. പഞ്ചാബിൽ ജലന്ധറിനടുത്ത് കാക്കിപ്പിണ്ട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ആദ്യമായി സുവിശേഷമായിട്ട് പോവുകയാണ്.
ബസ്സിൽ ചെന്ന് ജലന്ധറിൽ ഇറങ്ങി. അവിടുന്ന് ഒരു ഈ കുതിരവണ്ടി, കുതിരയല്ല, ഈ മ്യൂൾസിനെ കിട്ടിയുള്ളൊരു വണ്ടിയിൽ ഞങ്ങൾ സാധ്യമായിട്ട് കാക്കിപ്പിണ്ടിൽ ചെന്നു. എൻ്റെ കയ്യിൽ ഞങ്ങൾ 5 പേരുണ്ട്, ബാക്കി എൻ്റെ കയ്യിൽ 2 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 5 പേരിൽ മലയാളിയായ രാജൻ എന്ന് പറയുന്ന സൗരം, ബാക്കിയുള്ളവർ ഹിന്ദിക്കാരുമായിരുന്നു. ഞാൻ ഹിന്ദിക്കാർക്ക് 2 രൂപ കൊടുത്ത് നിങ്ങൾ പോയി എന്തെങ്കിലും കഴിച്ചോളാമെന്ന് വെള്ളം കുടിച്ചു. അന്ന് 25 പൈസയ്ക്ക് ചായയൊക്കെ കിട്ടും. ഇന്നാണ് 2 രൂപ ഒരു ചായക്ക് തന്നെയാവും. ഞാൻ രാജനോട് പറഞ്ഞു, രാജ മലയാളിയാണ്, രാജനെ എൻ്റെ കയ്യിൽ പണം ഒട്ടുമില്ല, പൈപ്പിനകത്ത് അവിടെ ഹാൻഡ് പമ്പ് ഉണ്ട്, ഹാൻഡ് പമ്പിലെ വെള്ളം കുടിച്ചോളാൻ പറഞ്ഞു. അന്ന് അവിടെ പ്രസംഗിച്ചു. ഒരു സ്കൂളിൻ്റെ വരാന്തയിൽ കിടന്നു. ഞങ്ങൾ ഈ ഒരു സ്പീക്കർ, ചെറിയ സ്പീക്കർ, ബാറ്ററി കൊണ്ട് നടക്കുന്ന ഒരു സ്പീക്കറും പെട്രോമാക്സും ഒക്കെ ഉണ്ടായിരുന്നു. ആ പെട്രോമാക്സ് കൊണ്ടൊരു മരത്തിന് ചുവട്ടിൽ നിന്ന് പ്രസംഗിച്ചു. ആ ബാറ്ററി കൊണ്ടുള്ള സ്പീക്കർ 2 ഹോൺ പോസ്റ്റയിൽ മരത്തെ കെട്ടി പ്രസംഗിച്ചു. ഒരു സ്കൂളിൻ്റെ വരാന്ത കിടക്കാൻ കിട്ടി. ഒരു കപ്പ് ചായ പോലും കിട്ടിയില്ല, ഒന്നും കഴിച്ചില്ല. അന്നൊരു വൈകിട്ട് തുടങ്ങി. പിറ്റേ ദിവസം 6-7 സ്ഥലത്ത് പരസ്യയോഗം നടത്തി. വൈകിട്ട് അതേ മരത്തിൽ ഹോൺ വെച്ച് പ്രസംഗിച്ചു. ഒരാഹാരവും കുടിച്ചില്ല. 3-ാമത്തെ ദിവസവും അതുപോലെ തന്നെ രാവിലെ മുതൽ 6-7 സ്ഥലങ്ങളിൽ പ്രസംഗിച്ചു. വൈകിട്ട് അവിടെ വന്നപ്പോൾ രാജൻ ഈ ഹോൺ കെട്ടാനായിട്ട് മരത്തെ കയറിയപ്പോൾ 2-3 ദിവസമായി ആഹാരം കഴിച്ചിട്ടില്ല, വിറച്ച് താഴെ വീണു. എന്നാൽ കൃപയാൽ രാജൻ എന്ന സഹോദരൻ, അവനിപ്പോഴും ഉണ്ട്, ജീവനോടുണ്ട്. ആ സഹോദരൻ്റെ കൈകളും കാലും ഒന്നും ഒടിഞ്ഞില്ല, ഹോണും ഒരു കുഴപ്പവും ഉണ്ടായില്ല. അന്നും പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കൂളിൻ്റെ വരാന്തയിൽ കിടക്കുകയാണ്. 11 മണിയായി. ഞാനപ്പോൾ എൻ്റെ empty ആയ പേഴ്സ് എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, അപ്പച്ച, हिंदी ला मेरा बाप, ये 3 दिन मैंने आपके लिए प्रचार किया, आपने 1 ഗ്ലാസ് गर्म पानी भी मुझे नहीं दिया, मैं सोने जा रहा हूँ. കർത്താവേ, പിതാവേ, ഈ 3 ദിവസം പ്രസംഗിച്ച് എനിക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം പോലും തന്നില്ല, ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ഞാൻ പേഴ്സ് തുറന്നു വെച്ചിട്ട് ഞാൻ കിടന്നു. ഞാൻ പ്രസംഗിച്ച് കാരണം എനിക്ക് 6-7 പരസ്യവും നടക്കണം, അത് കഴിഞ്ഞ് വൈകിട്ട് പ്രസംഗിക്കണം. അപ്പോൾ ഈ രാജനും മറ്റുള്ള 4 സഹോദരന്മാർക്കും ഈ വിശപ്പുള്ളതുകൊണ്ട് അവർക്ക് ഉറക്കം വരുന്നില്ല. കാരണം 3 ദിവസമായി ഒരാഹാരവും കഴിച്ചിട്ടില്ല. 12 മണി ഏകദേശം ആയപ്പോൾ ഒരു രാജൻ എന്നോട് പറഞ്ഞു, ഒരു തലയെക്കെട്ടുകാരൻ വന്നിരിക്കും. അവൻ ഹിന്ദി നല്ലപോലെ അറിയത്തില്ല, ആദ്യമായിട്ട് വിലക്കെട്ട് കുറച്ച് 6-7 മാസമേ ആയിട്ടുള്ളൂ. തലയെക്കെട്ടുകാരൻ വന്നിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി സർദാർജി വന്നിരിക്കുകയാണ്. എന്നാൽ ഞാൻ പറഞ്ഞു ഗേറ്റ് തുറന്നു കൊടുക്കാം. ഒരു സ്കൂളിൻ്റെ ഗേറ്റ്, തടിയുണ്ടുള്ളൊരു ഗേറ്റ്, അത് തുറന്നപ്പോൾ ഒരു സർദാർജി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ സർദാർജി പറഞ്ഞു, ഞാൻ ഇവിടുന്ന് 17 കിലോമീറ്റർ ദൂരെ നിന്നുള്ള വന്നവനാണ്. ഞാൻ ഇന്ന് എൻ്റെ ക്ഷേത്രത്തിൽ അവരുടെ ഗുരുദ്വാരയിലിരുന്ന് അവരുടെ അവരുടെ പുസ്തകം എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മുഖം എനിക്ക് വീണ്ടും ഓർമ്മ വന്നു. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ മുഖം എങ്ങനെയാണ്? എന്നാ പറഞ്ഞു, ഞാനിന്ന് ട്രാക്ടർ റിപ്പയർ ചെയ്യാനായിട്ട് കൊണ്ടുവന്നപ്പോൾ അവിടെ ഒരു ജംഗ്ഷനിൽ നീ നിന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. നീ പറഞ്ഞത് ഏതാണ്ടൊക്കെ കുറച്ചൊക്കെ കേട്ടു, എന്നാൽ നിന്റെ മുഖം ഞാൻ നല്ലപോലെ ശ്രദ്ധിച്ചു. എന്താ പറഞ്ഞതെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിഞ്ഞുകൂടാ. ഏതൊക്കെ യേശുവിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് അറിയാമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ഞങ്ങളുടെ സ്വന്തം ക്ഷേത്രത്തിൽ നിന്ന് ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മുഖം വന്നിട്ട് എന്നോട് ആരോ പറയുന്നു, പെട്ടെന്ന് ട്രാക്ടറും 5 വേലക്കാരെയും എടുത്തുകൊണ്ട് അവർക്ക് ആഹാരം ഒരുക്കി കൊടുക്കുക. 8 മണിക്ക് പുള്ളിക്കാരൻ അത് എപ്പോഴാണ് ചെയ്യുന്നത്? 8 മണിക്ക് പറഞ്ഞു. അപ്പോൾ അവർ 5-6-7 പേരെയും 5 വേലക്കാരെയും, സിഖുകാരെ 5 വേലക്കാരെയും കൊണ്ടൊരു ട്രാക്ടർ നിറയെ സാധനങ്ങളും എല്ലാം കൂടെ കൊണ്ടുവന്നു ഞങ്ങളോട് പറഞ്ഞു. അപ്പം 12 ഞാൻ അവരോട് ചോദിച്ചവിടെ, ഞാൻ പറഞ്ഞു, ഈ ഓപ്പൺ ഗ്രൗണ്ടിൽ കുഞ്ഞുങ്ങൾ കളിക്കുന്ന ആ സ്ഥലത്ത് അവിടെ എവിടെയും വെച്ചോളാൻ പറഞ്ഞു. എന്നാ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഫ്ലാസ്കിനകത്ത് ചൂട് പാലും ബ്രെഡും കൊണ്ടുവന്നിട്ടുണ്ട്, പഴവും കൊണ്ടുവന്നിട്ട് അത് ആദ്യം കഴിക്കണമെന്ന് പറഞ്ഞു. ഉടനെ ഈ പഞ്ചാബുകാർ ഈ നല്ല ഗ്ലാസ് കൊണ്ടുള്ള ടംബ്ലർ, പഞ്ചാബിൽ വേറെ ചെയ്തവർക്കറിയാം, ഞങ്ങൾക്ക് 5 പേർക്കും നല്ല ഗ്ലാസ് നിറയെ ചൂട് പാലും ഈ ബ്രെഡും പഴവും വെച്ചിട്ടുണ്ട്. ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് അനുതാപമുണ്ടായി. ഞാൻ എൻ്റെ അപ്പച്ചനോട് പറഞ്ഞത് എപ്പോഴാ? 11 മണിക്കാ പറഞ്ഞത്, നീ എനിക്ക് വേണ്ടി ഒന്നും കരുതിയില്ലല്ലോ. 8 മണിക്ക് ഓർഡറായി. ഞാൻ പറഞ്ഞു, അപ്പച്ച എന്നോട് ക്ഷമിക്കും, ഞാൻ അറിയില്ലാതെ പേഴ്സ് തുറന്നു വെച്ച് നിന്റെ മുന്നിൽ വെച്ചത് എന്നോട് ക്ഷമിക്കണം. 8 മണിക്ക് പിതാവ് എന്ത് ചെയ്തു? ഓർഡർ ഇട്ടു.
തുടർന്ന് 5 ദിവസം യോഗങ്ങളുണ്ടായിരുന്നു. വരുന്നവർക്കെല്ലാം അവർ ആഹാരം കൊടുത്തു. ഒടുവിൽ ആ സർദാർജിയും പുള്ളിക്കാരൻ്റെ പേരുള്ള 5 സർദാർജി 6 പേര് ആ യോഗങ്ങളിൽ സ്നാനപ്പെട്ടു. ഇന്ന് അദ്ദേഹം കാനഡയിലാണ്. ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കരുതുന്നവനായ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും കർത്താവ്, ഞാൻ എൻ്റെ പേഴ്സ് തുറന്നു വെച്ച് എന്നോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. നമ്മുടെ സകല